പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം പോകണം. ഇടുക്കി ഇടമലക്കുടിയിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് 4 കിലോമീറ്റർ ദൂരം തോളിൽ ചുവന്ന്. കുടലാർക്കുടിയിലെ 60 വയസ്സുള്ള രാജാക്കന്നി എന്ന വയോധികയാണ് കിലോമീറ്ററുകൾ ദൂരം ചുവന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കുടിയിലെ ആളുകൾ മഞ്ചൽ കെട്ടിയാണ് രാജാക്കന്നിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇടുക്കിയിൽ നിന്ന് സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, നേരത്തെ വലിയ ഗതാഗത പ്രശ്നമുള്ള, സഞ്ചരിക്കാനൊക്കെ പ്രശ്നമുള്ള പ്രദേശമാണിവിടെ. എന്താണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, ഇടുക്കിയിലെ ആദിവാസി ഉന്നതികളിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇടമലക്കുടിയിലെ കൂടലാർക്കുടി എന്ന ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള രാജാക്കന്നി എന്ന വയോധിക, 60 വയസ്സുള്ള രാജാക്കന്നി എന്ന വയോധികയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മേളിലായി ഇപ്പം പനി ബാധിച്ച ചികിത്സയിലായിരുന്നു. ഇടമലക്കുടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നെങ്കിലും കാര്യമായ പ്രയോജനം അവിടെ നിന്ന് ലഭിച്ചില്ല. ഇതിനിടെ രാജാക്കന്നിക്ക് അസുഖം മൂർച്ഛിച്ചതെ തുടർന്ന് അവിടെ നിന്നും അടിമാലി ആശുപത്രി, താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കൂടി കണ്ടത്. ഏതായാലും അവിടെ നിന്നും 4 കിലോമീറ്റർ വനത്തിലൂടെ ചുമന്ന് ആനക്കുളത്തിന്, ഇടമലക്കുടിയായ ഏറ്റവും അടുത്തുള്ള ആനക്കുളത്തേക്ക്, മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളത്തേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ നിന്നും ആണ് ജീപ്പിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പും സമാനമായ ഒരു സംഭവം, പ്രത്യേകിച്ചും ഈ രാജാക്കന്നിയുടെ കൊച്ചുമകൻ കാർത്തി ഇത്തരത്തില് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്കായി അടിമാലിയിലേക്ക് കൊണ്ടുവന്ന വഴിമധ്യേ മരിച്ച സംഭവമുണ്ടായി 5 വയസ്സുകാരൻ. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരുകയാണ്. അതുപോലെ തന്നെ മറ്റ് പല ഉന്നതികളിലും ഇത്തരത്തിലുള്ള ഗതാഗത പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ രംഗത്തുള്ള അപര്യാപ്തതകളും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഇപ്പോൾ രാജാക്കന്നി അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാത്രമേ ഉള്ളൂ ഇടമലക്കുടിയിൽ ഉള്ളത്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി. 2010 രൂപീകരിച്ച പഞ്ചായത്തിൽ ഇപ്പോഴും ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ള വലിയ പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. രഞ്ജിത്ത്, ഇതിപ്പോൾ നേരത്തെയും ഇവിടെ സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാറുണ്ട്. സ്റ്റാലിൻ, മരണങ്ങൾ പോലും സംഭവിച്ച പശ്ചാത്തലമുണ്ട്. എന്താണ് ഇവരുടെ ആവശ്യം? നാട്ടുകാർ ഇവിടെ താമസിക്കുന്ന എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള നിരന്തരമായ ആവശ്യവും ഇവർക്കുണ്ടല്ലോ. രഞ്ജിത്തെ, സംസ്ഥാനത്തെ ഏറ്റവും പ്രഥമ ആദിവാസി ഉന്നതി എന്ന് വേണേൽ പറയാം. അതുപോലെ തന്നെ ആദിവാസികൾക്ക് മാത്രമുള്ള ഒരു പഞ്ചായത്ത്. മുതുവാൻ സമുദായങ്ങൾ ആണ് അവിടെ അധിവസിക്കുന്നത്. 28 കുടികളിലായി 2600ഓളം അംഗങ്ങളാണ് അവിടെ, ജനങ്ങളാണ് അവിടെ ഉള്ളത്. അവിടേക്ക് 2010 ഈ പഞ്ചായത്ത് രൂപീകൃതമായ അന്നു മുതൽ ഈ ആശുപത്രി ആവശ്യങ്ങളുടെ കാര്യങ്ങൾ അവർ ഉയർത്തുന്നതാണ്, അവർ പൊതുപ്രവർത്തകരും ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. എന്നാൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാത്രമാണ് നിലവിൽ ഇടമലക്കുടിയിലുള്ളത്. ഏതാണ്ട് മൂന്നാറിൽ നിന്നും ഏതാണ്ട് 18-20 കിലോമീറ്ററോളം ദൂരം, 30 കിലോമീറ്ററോളം മൊത്തം ദൂരമുണ്ട് അവിടേക്ക്. അതിൽ 18 കിലോമീറ്ററോളം വനത്തിലൂടെയുള്ള യാത്രയാണ്. അവിടെ ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളില്ല. ഇത്രയും മാത്രം ജനങ്ങൾ അധിവസിക്കുമ്പോൾ പോലും അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ മുൻപ് ഉണ്ടായിരുന്നു. ഇതിനിടെ ആശുപത്രി സാമൂഹ്യാരോഗ്യമാക്കി മാറ്റണം എന്നുള്ള ആവശ്യങ്ങളും എല്ലാം ഇതിനിടയ്ക്ക് പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഇതൊന്നും പ്രാവർത്തികമായിട്ടില്ല. എന്തായാലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചികിത്സ കൊടുക്കാവുന്ന പരിമിതി അവിടെ ഇവിടുത്തെ ജനങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. ഏതായാലും ആദിവാസി മേഖലകളിലേക്കുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത എത്രമാത്രം ഗുരുതരമാണ്, വലുതാണ് എന്നുള്ളതിന്റെ ഒരു നേർചിത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് കാർത്തി എന്ന് പറയുന്ന ഈ രാജാക്കന്നിയുടെ കൊച്ചുമകൻ കാർത്തി, 5 വയസ്സുള്ള കാർത്തി എന്ന പിഞ്ചുബാലൻ ഇത്തരത്തില് മരണപ്പെട്ടത്. അതും ഈ തരത്തില് മാങ്കുളത്തിനടുത്തുള്ള ആനക്കുളത്തേക്ക് എത്തിച്ച ശേഷം മഞ്ചലിൽ കെട്ടി അവിടെ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിച്ചതിന് ശേഷം വീണ്ടും ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് തന്നെയാണ് ഈ കുട്ടി മരണപ്പെട്ടത്. ഇത്
പുതിയ ഒരു സംഭവമല്ല. ഇത് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട് ആദിവാസി മേഖലകളിൽ. അപ്പോഴും അധികൃതരുടെ ഒരു വേണ്ടത്ര ശ്രദ്ധ, പ്രത്യേകിച്ചും ആദിവാസി മേഖലകളിലേക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളൊന്നും തന്നെ കാര്യമായി പുരോഗമിക്കുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. തീർച്ചയായും സ്റ്റാലിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.